നമസ്കാരം. ഞാനൊരു പെൺകുട്ടിയുടെ വോയിസ് ക്ലിപ്പ് ഇപ്പോൾ കേൾപ്പിച്ചു തരാം. റൂമിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് എന്നെ പാൻറ് എൻ്റെ കരച്ചിൽ കേട്ടിട്ട് എൻ്റെ മോനെ എഴുന്നേറ്റു. ഞാൻ അന്നാണ് ശരിക്കും എൻ്റെ മോന് ലാസ്റ്റായിട്ട് കാണുന്നത്. ഫെബ്രുവരി 23 അവിടെ നിന്ന് എന്നെ ഇഞ്ചെക്ട് ചെയ്തിട്ട്. നിങ്ങൾക്കൊരു പക്ഷേ അറിയാമായിരിക്കുമല്ലോ, ഞാൻ ഒരുപാട് ആൾക്കാരുടെ കഥകൾ കേൾക്കാറുണ്ട്. അത് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട്. പക്ഷേ ഇത്തരമൊരു അനുഭവം ജീവിതത്തിൽ ആദ്യമായിട്ടോ എനിക്കുണ്ടാകുന്നത്. ഞാൻ ഈ സ്റ്റോറി പബ്ലിക്കിൽ പറയാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും എൻ്റെ പല സുഹൃത്തുക്കളും വേണ്ടപ്പെട്ടവരൊക്കെ എന്നോട് പറഞ്ഞു, നീ ഇപ്പം ചെയ്യണ്ട, നീ നല്ലൊരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്, ഇതൊന്നും തലയെടുത്ത് വെക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എന്തോ മനസാക്ഷി സമ്മതിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ ഒരുപാട് പോലീസുകാരും പൊളിറ്റീഷ്യൻസും വുമൻസ് അസോസിയേഷൻസൊക്കെ ഉള്ളതല്ലേ. ആരെങ്കിലുമൊക്കെ കേൾക്കുകയാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക, ഞാൻ ഇവരുടെ മൊത്തം ഡീറ്റെയിൽ തരാം. നിങ്ങളൊന്ന് പോയി അവരെ ഒന്ന് കേൾക്കണം, അവരോടൊന്ന് സംസാരിക്കണം. എന്നിട്ട് ഇതൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങളെ കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുക അത് ചെയ്യണം. അതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. എനിക്ക് ആ കുട്ടി കുറച്ച് തെളിവുകളൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അതുകൂടാതെ എനിക്ക് തോന്നുന്നില്ല ഒരു പബ്ലിക് പ്രൊഫൈലിൽ നിന്ന് ഒരു പെൺകുട്ടിയും വന്നിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമെന്ന്, കള്ളത്തരം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു, വീഡിയോയിൽ എൻ്റെ പേരൊക്കെ പറഞ്ഞോ ചേട്ടാന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പേരൊന്നും പറയുന്നില്ല. ആ കുട്ടിയുടെ സമ്മതത്തോടെ തന്നെയാണ് ഞാൻ അതിൻ്റെ വോയിസ് ക്ലിപ്പ് ഇപ്പോൾ കൊടുക്കുന്നത്. അത് കേൾക്കുമോ ആദ്യം? എനിക്ക് തരാം എല്ലാം എന്ന് പറഞ്ഞു. 2-3 ആൾക്കാർ വന്നിട്ട് എൻ്റെ കൈ അങ്ങോട്ട് കയറി പിടിച്ച് എന്നെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പിടിച്ചുകൊണ്ടേ കൈ അങ്ങോട്ട് കെട്ടി. ഞാൻ കരഞ്ഞു പറഞ്ഞു, എന്നെ ഒന്ന് വെറുതെ വിട്, ഞാനല്ല ദ്രോഹിച്ച്, ഞാൻ ആരും ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ളത്. കേൾക്കാൻ തയ്യാറായില്ല. വീട്ടിൻ്റെ ഉള്ളിൽ എൻ്റെ ചെറിയ മോൻ കിടന്നുറങ്ങിയിരുന്നു. ആ റൂമിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് എന്നെ പാൻറ് എൻ്റെ കരച്ചിൽ കേട്ടിട്ട് എൻ്റെ മോനെ എഴുന്നേറ്റു. ഞാൻ അന്നാണ് ശരിക്കും എൻ്റെ മോന് ലാസ്റ്റായിട്ട് കാണുന്നത്. ഫെബ്രുവരി 23 അവിടെ നിന്ന് എന്നെ ഇഞ്ചെക്ട് ചെയ്തിട്ട് എന്നെ നാട്ടുകാരുടെ എല്ലാവരുടെയും മുന്നിലൂടെ എന്നെ കാറിൽ കയറ്റി കൊണ്ടുപോയി. പക്ഷേ എൻ്റെ വായിലടക്കം നിർബന്ധിച്ച് യൂറിനാക്കിയിട്ടുണ്ട് ഇയാൾ. അത്രയും എന്നെ ദ്രോഹിച്ചിട്ടുണ്ട്. എനിക്ക് പുറത്തു പോലും പറയാം. പല ആൾക്കാരും വരുന്നവരടുത്ത് എൻ്റെ അടുത്ത് കൂടെ കിടക്കാനാണ് പറയണത്. അങ്ങനെയെങ്കിലും ഒന്ന് ഉണ്ടാക്കിത്താ, എനിക്ക് എന്തെങ്കിലും നേടിത്താ. കഞ്ഞിക്കില്ലാത്ത വീട്ടിൽ നിന്ന് കെട്ടി എൻ്റെ അമ്മ ഈ റൂമിൻ്റെ ഉള്ളിൽ നിന്ന്, പക്ഷേ എൻ്റെ ഹസ്ബൻഡുള്ള റൂമിൻ്റെ ഉള്ളിൽ നിന്ന് വേഗം ഇറങ്ങിപ്പോണം. അപ്പോൾ നോക്കിയപ്പോൾ നൈറ്റ് പകുതിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇയാളെ എന്താ പറയുക, ഇയാൾ ആ ബെഡിൽ കിടക്കണമുണ്ട്. അപ്പം ഞാൻ എന്താ അമ്മ ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല. ഇയാളാണെങ്കിൽ മൊബൈലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതൊരു ചെറുതായിട്ട് എൻ്റെ കണ്ണിൽ കണ്ടു. ഇതേപോലെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഞാൻ കണ്ടു. ആ അമ്മ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പോണതാണ് ഞാൻ കാണുന്നത്. അതും നൈറ്റ് സിബ്ബൊക്കെ ഇങ്ങനെ ഊരിയിട്ടുള്ള രീതിക്ക് നൈറ്റ് മുകളിൽ കൂടെ ഇട്ടില്ല, അങ്ങനെ ആ പകുതിയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള രീതിക്ക് ഇയാൾ ആ ബെഡിൽ കിടക്കുന്നുണ്ട്. ഇയാളുടെ ദേഹത്ത് മുണ്ട് ഉടുത്തിട്ടില്ല, അങ്ങനെ വെറുതെ ഇങ്ങനെ ഇട്ടിരിക്കുക. പക്ഷെ എനിക്ക് അറിയാമായിരുന്നു, കാരണം എൻ്റെ അമ്മേനെ എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മ റിലേഷനിലായ വ്യക്തിയെ എൻ്റെ തലയിൽ കെട്ടിവെച്ചിരിക്കുകയായിരുന്നു. എനിക്ക് ആ നിമിഷം വരെ അറിയില്ലായിരുന്നു. പിന്നീടാണ് പലതും ഞാൻ അറിയണ്ടായിരുന്നത്. പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം എൻ്റെ പ്രാർത്ഥന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ മരണമാണ്. അതും ഒരൊറ്റയടിക്ക് മരിക്കരുത്, അത് അനുഭവിച്ച് മരിക്കണം. ഞാൻ ദ്രോഹിച്ചതിനെല്ലാം അനുഭവിച്ച് ആ സ്ത്രീ മരിക്കണം എന്നുള്ളതേ ഞാനിപ്പോൾ പ്രാർത്ഥിക്കണുള്ളൂ. ഞാനിനി ആ കുട്ടിയുടെ കഥ പറയാം. എനിക്ക് ചേട്ടനോടൊന്ന് സംസാരിക്കണമെന്നും പറഞ്ഞൊരു മെസ്സേജ് തുടങ്ങിയതാണേ. ഞാൻ സംസാരിച്ചു തുടങ്ങി. അതിന് ഏകദേശം 1.5 വയസ്സുള്ളപ്പോഴാണ് അതിൻ്റെ അച്ഛൻ മരിച്ചു പോകുന്നത്. ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, ഏകദേശം ഓർമ്മ വെച്ച കാലം മുതൽ അമ്മ അതിനിങ്ങനെ കുത്തി നോക്കുമായിരുന്നു. ഈ അച്ഛൻ്റെ പേരും പറഞ്ഞ്, ജനിച്ചപ്പോൾ തന്നെ തലവട്ടം കണ്ടപ്പോൾ തന്നെ തന്ത പോയെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു. കാലങ്ങൾ കടന്നുപോയ ആ കുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അമ്മ വീട്ടിലേക്കൊരു മാമനെ കൊണ്ടുവരുന്നത്. മാമനാണ്, പക്ഷെ അച്ഛൻ്റെ സ്ഥാനമെന്നും പറഞ്ഞാൽ പുള്ളിനെ കൊണ്ടുവന്ന കേട്ടോ. ആ കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് വേറെയും ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അയാൾ ഈ 8ാം ക്ലാസ്സിലുള്ള കുട്ടീനെ ലൈംഗികമായും മാനസികമായൊക്കെ ഉപദ്രവിക്കുമായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും അല്ല ഞാനിവിടെ പറയാൻ വരുന്നത്. ഈ അമ്മ എന്ന് പറയുന്ന സ്ത്രീ ഈ കുട്ടീനെ 20ാമത്തെ വയസ്സിൽ കല്യാണം കഴിപ്പിച്ചു. ഇതിന് താല്പര്യമില്ലായിരുന്നു, നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചു. 20 വയസ്സുള്ള കുട്ടി കല്യാണം കഴിക്കുന്നത് 40 വയസ്സുള്ള ഒരാളെയാണേ. 40 വയസ്സേ. അത് പറഞ്ഞു വെച്ച് നോക്കുവാണ് അന്ന് തുടങ്ങിയത് അതിൻ്റെ ജീവിതം ഇങ്ങനെ. അയാൾ സെക്ഷുവലിയും ഫിസിക്കലിയൊക്കെ ഇതിന് ഒരുപാട് ഉപദ്രവിക്കാറുണ്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അതിനെക്കൊണ്ട് യൂറിൻ കുടിപ്പിച്ചിട്ടുണ്ടെന്ന്. എന്തായിരിക്കും ആ കുട്ടിയുടെ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കാലഘട്ടത്തിനിടയിൽ അതിന് 2 ആൺകുട്ടികളുമായി. ഭാഗ്യം ദൈവം ആൺകുട്ടികളെ കൊടുത്തത്.
അല്ലെങ്കിൽ ആ അച്ഛനെന്ന് പറഞ്ഞവൻ പെൺകുട്ടികളാണെങ്കിൽ അവരെയും എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ ഒരു പക്ഷേ. ഈ കുട്ടിക്കുണ്ടാകുന്ന ദേഹോപദ്രവങ്ങളൊക്കെ ഭയങ്കര ഹെവി ആട്ടോ. എൻ്റെ അടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ വളരെ ചുരുക്കി കേട്ടോ സ്റ്റോറി പറയുന്നത്. ഞാൻ ആ കുട്ടിയോട്ട് ഏകദേശം 1 മണിക്കൂറോളം സംസാരിച്ചിരുന്നു. ഒരു ദിവസം ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ഇവരെല്ലാം കൂടെ നിൽക്കും. അപ്പോൾ ആ കുട്ടി കുളിക്കാൻ പോയിട്ട് വരുമ്പോഴേക്കും കാണുന്നത് ഈ അമ്മയും ഇയാളും തമ്മിലുള്ളൊരു ബന്ധമാണ്. എനിക്കറിയില്ല നമ്മുടെ കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കേട്ടോ. അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇമോഷണലി കണക്റ്റഡ് ആക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ കുട്ടിയുടെ വോയിസ് നിങ്ങൾ കേട്ട് കാണും. എന്നോട് കരഞ്ഞാണ് സംസാരിക്കുന്നത്. ഇതിൻ്റെ നേരെ മൂത്തൊരു ചേച്ചിയുണ്ട് കേട്ടോ. ആ ചേച്ചിയും ഇതിനെ ഒരുപാട് ഉപദ്രവിക്കാറുണ്ട്. ഇയാളുടെ കടക്കാരൊക്കെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കള്ള് കൊടുത്തിട്ട് ഈ കുട്ടിയോട് പറയുമത്രേ കൂടെ കിടന്നെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കി തരാൻ. സൈക്കോ. ഇത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നോക്കി കേട്ടോ. മനുഷ്യനല്ല, ഈ പ്രശ്നങ്ങൾക്കിടയിലൊക്കെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തോന്നിയേക്കാം. ഇത്രയും അനുഭവിച്ച ഒരാൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭർത്താവ് വായിൽ യൂറിനൊഴിച്ച് കൊടുക്കുന്നു, അമ്മ ഭർത്താവിൻ്റെ കൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. മാനസികമായ പീഡനം, ശാരീരികമായ പീഡനം, എന്തൊക്കെയാണോ ഒരു ലൈഫിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന്. എനിക്ക് സാധാരണ ഞാൻ കഥ പറയുന്ന പോലെ എനിക്കിത് പറയാൻ പോലും പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ കാര്യങ്ങളൊക്കെ സീരിയസ് ആയി പോകുന്നതിനിടയിലാണ് ഇതിനെ ആക്ച്വലി അയാൾ കൊണ്ടുവന്ന് കുറേ ആൾക്കാർ ഇഞ്ചക്റ്റൊക്കെ ചെയ്ത് ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ട് തള്ളിയതും അവിടെ നിന്ന് മെൻ്റൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയതും അങ്ങനെ ആ കുട്ടികളെയൊക്കെ ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് വേർതിരിച്ചെടുത്തതും. 28 വയസ്സേ ഉള്ളൂ ഇപ്പോൾ അതിന്. 28 വയസ്സ്. എൻ്റെ അനിയത്തിമാരുടെ പ്രായം കൂടിയില്ല. എല്ലാത്തിൽ നിന്നും വിട്ട് തൃശ്ശൂർ ഒരു കോർണറിൽ ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുക. മക്കളില്ല, ആരുമില്ല. ഞാൻ കഥയുടെ വളരെ ചുരുക്കം ഒരു ഭാഗം മാത്രമാണ് ഇപ്പം നിങ്ങളോട് പറഞ്ഞത്. എനിക്കിതിൽ കൂടുതൽ പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല. അത്രയും എക്സ്ട്രീം സ്റ്റോറീസാണ് ഇതിലുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊളിറ്റീഷ്യൻസോ അതോറിറ്റീസോ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥമായി ഒരാളെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളെന്നെ കോൺടാക്റ്റ് ചെയ്യണം. ഞാൻ ആ കുട്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരാം. നിങ്ങൾ അവിടെ പോയി ആ കുട്ടീനെ ഒന്ന് കേൾക്കണം. പെട്ടെന്നെല്ലാം ചെയ്തു കൊടുക്കണം. സത്യമാണെങ്കിൽ സത്യമാവും. കള്ളമാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെയാണ് വരുന്നത്. ആൾക്കാരെല്ലാം ഇതും മറന്നു പോകുമെന്ന് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. എന്നാലും ആരെങ്കിലുമൊക്കെ ഇതിൽ കടിച്ചു തൂങ്ങി വരുമെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. നമ്മുടെ കൊച്ചു കേരളത്തിലാണ് ഇതൊക്കെ നടന്നെന്നുള്ള ലജ്ജയോടെ ആരോടും താങ്ക്സ് ഫോർ വാച്ചിങ് പറയാതെ ഞാൻ നിർത്തുന്നു.